ഹായ് ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. എടാ എന്തൊക്കെയുണ്ടാ വിശേഷം? നമ്മൾ കുറച്ച് ദിവസമായാലേ കണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഫിഫ്ത്ത് ക്ലാസ്സിന്റെ അടുത്ത പുതിയ ചാപ്റ്റർ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എടാ അപ്പൊ എല്ലാ പ്രാവശ്യത്തെയും പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ടിരിക്കുക. നമ്മൾ ഉഷാറായിട്ട് ഈ ഒരു ചാപ്റ്റർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അപ്പൊ ചാപ്റ്റർ ഏതാണ് എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെ? ഈ ചാപ്റ്ററിന്റെ പേര് മിസ് കാണിച്ചു തരാടാ. ഇപ്പൊ ഒരു നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദൈവന്നു. ഏതാണ്? ചാപ്റ്റർ 11 വിത്തിൻ നമ്പേഴ്സ് അഥവാ സംഖ്യകൾക്കുള്ളിൽ. ഓക്കെ, നമ്പേഴ്സിന്റെ അകത്തല്ലേ സംഖ്യകൾക്കുള്ളിൽ. എന്താ ഇപ്പോ ഈ സംഖ്യകൾക്കുള്ളിലുള്ളത്? നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ചധികം നമ്മൾ സംഖ്യകളെ പറ്റി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പഴയ കാര്യങ്ങൾ മാത്രമല്ല, പുതിയ കുറെ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എടാ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് സാധനങ്ങളെല്ലാം പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു ക്ലാസ് ഒക്കെ കാണുക. ഓക്കെ, അപ്പൊ നോക്കിക്കോ, നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാണ്. അധികം മിസ് വൈകുന്നില്ല. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്പിൾസ്. ഗുണനവും ഗുണിതവും. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ് അല്ലെ? ഗുണനം നമുക്കറിയാവുന്ന സാധനമാണ്. ഈ മൾട്ടിപ്പിൾസ് ഇപ്പൊ ഇത് എന്താ സംഭവം? ഗുണിതം എന്ന് പറയുന്നത് എന്താടാ? അറിയോ ആർക്കെങ്കിലും? ഇല്ല അല്ലെ? നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു കാര്യമാണ് മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിൾ ആണേ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് നമുക്ക് ശരിക്കൊന്ന് നോക്കാം. എന്താണ് ഈ ടേബിളിൽ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. നോക്കി, ഇതിലെ ഫസ്റ്റ് റോ എന്ന് ഉദ്ദേശിക്കുന്ന റോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ കേട്ടോ. നമ്മൾ നേരെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ താഴേക്ക് എഴുതുന്നതിനെ, വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മക്കളെ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണേടാ. കോളം, റോ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നേരെ എഴുതി പോകുന്നതിനെയാണ്. കോളം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് എഴുതുന്നതിനെയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കോ, നമ്മുടെ ഇവിടെയുള്ള ഈ ടേബിളിൽ കുറെ റോകൾ ഉണ്ട് അല്ലെ? നേരെ നേരെ നമ്മൾ എഴുതിയിരിക്കുന്ന കുറെ ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ, താഴേക്ക് നമ്മൾ പറയുന്ന കുറെ കോളംസ് ഉണ്ട്. ഈ കോളത്തിലും റോയിലൊക്കെ നമ്പേഴ്സ് എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് റോ എന്ന് നോക്കിയിടാ, നമ്മുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നതാണ് അല്ലെ? ഫസ്റ്റ് റോ ഇതാണ്. ഈ ഫസ്റ്റ് റോയിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് എന്താടാ? വണ്ണിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൾക്കാരാണ് അല്ലെ? വണ്ണിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമ്മൾ കാണുന്ന ആൾക്കാരല്ലേ ഈ 1 ഉം 2 ഉം 3 ഉം 4 ഒക്കെ ആണ്. അപ്പൊ ഫസ്റ്റ് റോയിൽ ആരാണുള്ളത്? നമ്മുടെ വണ്ണിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. ഇനി അതുപോലെ ഞാൻ സെക്കൻഡ് റോ എടുക്കാടാ. സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിൽ ആരാ ഉള്ളേ? നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 2 4 6 8 10 എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെ? അതെന്താണ്? രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ് അല്ലെ? ഗുണന പട്ടികയിലുള്ള ആൾക്കാരാണ് രണ്ടിന്റെ അല്ലെ? ഇനി അടുത്തത് നമ്മൾ തേർഡ് റോ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവം? തേർഡ് റോയിലുള്ള എന്താ? 3 6 9 12 ഇതെന്താണ്? മൂന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പൊ താഴേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ റോസ് പോകും തോറും എന്താ? ഓരോ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഇനി നമുക്ക് നമ്മുടെ എന്താണ്, നമ്മുടെ വേർട്ടിക്കൽ നമ്പേഴ്സ് അല്ലെ? വേർട്ടിക്കൽ ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ കോളത്തിൽ വന്നിരിക്കുന്ന നമ്പേഴ്സിന് എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് കോളം എടുക്കുകയാണെങ്കിൽ നോക്കിയടാ, ഇവിടെ എന്താ വന്നിരിക്കുന്നേ? 1 2 3 4 5 അല്ലെ? വണ്ണിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ് ഫസ്റ്റ് കോളത്തിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് റോ ആണെങ്കിൽ വണ്ണിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ് അല്ലെ? ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലും വന്നിരിക്കുന്നത് എന്താണ്? വണ്ണിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് കോളം ഒന്ന് നോക്കാം. സെക്കൻഡ് കോളം നോക്കിയടാ. സെക്കൻഡ് കോളത്തിൽ വന്നിരിക്കുന്നത് എന്താ? 2വിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. അതുപോലെ സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞാലോ 2വിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ് അല്ലെ? അപ്പൊ സെക്കൻഡ് റോയിലും സെക്കൻഡ് കോളത്തിലും വന്നിരിക്കുന്ന എന്താ? രണ്ടിന്റെ ഗുണന പട്ടികയിലുള്ള ആൾക്കാരാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെടാ, ഈ ലാസ്റ്റ് റോ ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട് അല്ലെ? ഈ ലാസ്റ്റ് റോയിൽ വരുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് റോ മിസ് പറഞ്ഞു, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് വണ്ണിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. സെക്കൻഡ് റോയിൽ 2വിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. 3യിലാണെങ്കിൽ അല്ലെ, മൂന്നാമത്തെ റോയിലാണെങ്കിൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക?
എന്തായിരിക്കും വരിക? അങ്ങനെ പോയി 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 1 2 3 4 5 6 7 8 9 ലാസ്റ്റ് എന്താണ് വരിക? 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു ലാസ്റ്റ് റോയില്, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു റോയില് വരുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും അവിടെ വരിക? നമുക്ക് എഴുതാലോ. 10ന്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം എന്താണ്? 10. ആദ്യം 10 വരും അല്ലെ. ഇനി ഈ റോ തന്നെ നമ്മൾ നോക്കണം എന്നില്ല, നമ്മൾ വേണമെങ്കിൽ ഈ കോളം വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെ. ഇപ്പൊ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ? 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന എന്തായിരിക്കും? 18 കഴിഞ്ഞിട്ട് അടുത്ത 2ന്റെ മൾട്ടിപ്പിൾ ഏതാണോ അതായിരിക്കും ഇവിടെ വരിക അല്ലെ. ഏതാ വരിക? 20. അപ്പൊ വേണമെങ്കിൽ നമുക്ക് കോളം വെച്ചിട്ടും നമ്പേഴ്സിനെ, ബ്ലാങ്ക് ആയി കിടക്കുന്ന പോർഷൻ നമുക്ക് പൂരിപ്പിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റോ വെച്ചിട്ടും നമുക്ക് പൂരിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ കാര്യം ഇത് പൂരിപ്പിക്കലല്ലടാ. എന്നാലും നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം അല്ലെ. ഈ ലാസ്റ്റ് റോ അല്ലെ, ഈ 10th റോ എന്ന് പറയുന്നതിൽ എന്തായിരിക്കും വരിക നമുക്ക് നോക്കാം അല്ലെ. 10 20 30 40 അല്ലെ. 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇപ്പൊ 40 50 60 70 80 and 90 അല്ലെ. ഇങ്ങനെ പോകും അല്ലെ. ഇനി 100 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരിടത്ത് നിൽക്കുന്നില്ല അല്ലെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? കുറേ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള 10 വരെയുള്ള ആൾക്കാരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? മിസ് ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി മിസ് ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കിക്കോ, ഞാൻ ചോദിക്കുന്ന ഇതാണ്, eighth number in the 6th row ഏതാണ്? 6th റോയില് നമ്മുടെ 8th നമ്പർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാടാ, 8th നമ്പർ ഇൻ ദ 6th റോ എന്ന് പറയുന്നത് ആരാണ്? നോക്കാം നമുക്ക്. 6th റോ എന്ന് നോക്കാം. ഏതാണ് 6ന്റെ റോ വരുന്നത്? ഇവിടെയാണ് അല്ലെ. 6th റോ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ 8th നമ്പർ, 6th റോയില് 8th നമ്പർ, 8ാമത്തെ സംഖ്യ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് സംഖ്യ ഇതാണ്, 1 2 3 4 5 6 7 8 ആരാണ് വരുന്നത്? 48 ആണ് നമ്മുടെ നമ്പർ എന്ന് നമുക്ക് കിട്ടുന്നത് അല്ലെ. 8th നമ്പർ ഇൻ ദ 6th റോ എന്ന് പറയുന്നത് എന്താണ്? 48 ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലെ. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമ്മൾ 6th റോ എടുത്തു. എന്താണ് 8ാമത്തെ നമ്പർ എവിടെയാണ് കിടക്കുന്നത് നോക്കി അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ടേബിൾ വെച്ചിട്ടല്ലേ കണ്ടുപിടിച്ചത്. പക്ഷെ ടേബിൾ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ 48 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 8 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഈ 8നെയും 6നെയും കൂടി ഗുണിക്കുമ്പോഴല്ലേടാ ഈ 48 കിട്ടുന്നത് അല്ലെ. 8 × 6 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 48 കിട്ടുന്നത്. അപ്പൊ 8th നമ്പർ ഇൻ ദ 6th റോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 8നെയും 6നെയും കൂടി ഗുണിച്ചാൽ മതി അല്ലെ, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. 6th നമ്പർ ഇൻ ദ 10th റോ. ഓക്കെ, 10th റോയില് 6th നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. ഇപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 60 എന്ന് വരും. കറക്റ്റ് ആണോ? നമുക്ക് നോക്കാം അല്ലെ. 6th നമ്പർ ഇൻ ദ 10th റോ, 10th റോയിലെ 6th നമ്പർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ 10th റോ എന്ന് പറയുന്നത് ഏതാ? ഇതാണ് അല്ലെ. ഇവിടുത്തെ 6th നമ്പർ നോക്കാം. 1 2 3 4 5 6. കണ്ടോ 6th നമ്പർ ഏതാടാ? 60 ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? 6 × 10 ചെയ്ത് കഴിഞ്ഞപ്പോ. അപ്പോ നമ്മളിവിടെ പഠിക്കുന്ന ഒരു കാര്യമാണ്, മെയിൻ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയൊരു സാധനമാണ് മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതം എന്ന് പറയുന്നത്. എന്താണ് മൾട്ടിപ്പിൾസ് എന്നുള്ളത് മിസ് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് മറ്റൊരു നമ്പർ എന്ന് പറയണമെങ്കിൽ ആ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അവരുണ്ടായിരിക്കണം. അതായത് ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 2ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയായിരിക്കും? 2 4 6 8 10 12 ഇവരൊക്കെ എന്താണ്? 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ എന്താണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്? 2ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താടാ? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരണം. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതം എന്ന് പറയുന്നത്. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാര്, 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാർ ആരാ? 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താണ്?
ത്രീയുടെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി ഈ ത്രീയുടെ മൾട്ടിപ്പിൾസ് എങ്ങനെയാ നമുക്ക് കിട്ടുക? ത്രീയുടെ മൾട്ടിപ്പിൾസ് എങ്ങനെയാ നമുക്ക് കിട്ടുക? നമുക്ക് നോക്കാം അല്ലെ, എങ്ങനെയാണ് നമ്മൾ ത്രീയുടെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുക. ത്രീയുടെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് മിസ് പറഞ്ഞു എന്താണ്? ത്രീയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നേ? ത്രീനെ ആദ്യം നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആദ്യത്തെ ആളെ നമുക്ക് കിട്ടും. ഇനി ത്രീനെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, നമുക്ക് അടുത്ത ആളെ കിട്ടും അല്ലെ. ത്രീനെ നമ്മൾ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ത്രീനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 12 കിട്ടി. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും അല്ലെ, ഒരിടത്ത് നിൽക്കില്ല, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ത്രീയുടെ മൾട്ടിപ്പിൾസ് കിട്ടാൻ, മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഏതാണ്? ഇവരെയാണ് നമ്മൾ ത്രീയുടെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, 12 കഴിഞ്ഞ് ഇങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, ഇവരാണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൾട്ടിപ്പിൾസിനെ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? ത്രീനെ 1 2 3 4 5 6 ഇവരൊക്കെ ഉണ്ട് അല്ലെ, ഈ നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാ? എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ 1 2 3 4 5 6 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നമ്പർ. ഈ നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ ത്രീയുടെ മൾട്ടിപ്പിൾസ് നമുക്ക് കിട്ടിയത് അല്ലെ, ത്രീയുടെ ഗുണിതങ്ങൾ നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ ഇനി 4ന്റെ ഗുണിതങ്ങളെ, 4ന്റെ മൾട്ടിപ്പിൾസിനെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണോടാ? 4 കൊണ്ട് എന്ത് ചെയ്യണം? ഈ 1 2 3 4 5 6നെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസിനെ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ നമ്പറിനെ ഈ 1 2 3 4 5 6 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നമ്പേഴ്സ് വെച്ച് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതം കിട്ടുന്നത്. ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ദേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിക്കോടാ. ബൈ ദ മൾട്ടിപ്പിൾസ് ഓഫ് എ നാച്ചുറൽ നമ്പർ വി മീൻ ദ നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 1 2 3 എക്സെട്ര ബൈ ദാറ്റ് നമ്പർ. ഒരു എണ്ണൽ സംഖ്യയുടെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 1 2 3 അങ്ങനെ എക്സെട്ര എന്നീ സംഖ്യകളെ ആ സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നവയാണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾസ് ഓഫ് 4 നമ്മളോട് ചോദിക്കുകയാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 4 അല്ലെ, 4ന്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതാ? ഒന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാ? ഈ 4നെ 1 2 3 4 വെച്ച് അങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ കിട്ടുന്നതാണ് എന്ത്? 4ന്റെ മൾട്ടിപ്പിൾസ്, 4ന്റെ ഗുണിതങ്ങൾ. നോക്കിക്കോ, നമുക്ക് എന്താ ചെയ്യാ? 4 ആദ്യം 1 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ നമുക്ക് 4 കിട്ടും. വീണ്ടും 4നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 4നെ 3 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ഇങ്ങനെ താഴോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അല്ലെ. ഇവരൊക്കെ എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 4നെ 1 2 3 4 അങ്ങനെ എക്സെട്ര പോകുന്ന നാച്ചുറൽ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ് അല്ലെ. 5ന്റെ മൾട്ടിപ്പിൾസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 2 3 4 5 6 എക്സെട്ര അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഒരു നമ്പർ നമുക്ക് തന്നിട്ട് അത് ഇപ്പൊ 2ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുക? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയോടാ? നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ മിസ് എഴുതുവാണ്. നോക്കിക്കോ. is 36 a multiple of 6? എന്താ ചോദിച്ചിരിക്കുന്നേ? 36 എന്ന സംഖ്യ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നേ? 6ന്റെ ഗുണിതമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6ന്റെ ഗുണിതമാണോ, 6ന്റെ മൾട്ടിപ്പിൾ ആണോ, 36 ഗുണിതമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യൂടാ? ഗുണിതമാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് അറിയോ? ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? വലിയ നമ്പറിനെ ചെറിയ നമ്പർ വെച്ച് അങ്ങോട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം? വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അങ്ങനെ ഹരിച്ചു കഴിയുമ്പോൾ, ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ് എങ്കിൽ, 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്താണെന്ന്? 36 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ?
ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0 ആകണം. ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. നമുക്കറിയാം 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 36 എവിടെയാണ് വരുന്നത്? നമുക്കറിയാം 6 × 6 ചെയ്യുമ്പോഴാണ് 6 × 6 36. താഴെ എന്ത് വരും? 0 വന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. റിമൈൻഡർ 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? 36 6ന്റെ ഗുണിതമാണെന്ന് പറയാം. 36 is a multiple of 6 എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാലോ എന്താണ്? Yes, 36 is a multiple of 6 അല്ലെ. 36 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാലോ. അല്ലെ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇസ് 102 is a multiple of 6. നോക്കി, 102 102 എന്ന് പറയുന്നത് 6ന്റെ ഗുണിതമാണോ എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ്? 102 എന്ന സംഖ്യ 6ന്റെ ഗുണിതമാണോ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യാൻ ഡിവിഷനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷനും അതുപോലെ ഈ ഒരു ചാപ്റ്ററും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയോ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാടാ? 6ൽ അല്ലെ 10 എത്ര പ്രാവശ്യം പോകും നമുക്കറിയാം. 1 ടൈമേ പോകുള്ളൂ അല്ലെ. 2 × 6 12 ആവും. നമുക്ക് 12നെ വേണ്ട, നമുക്ക് 10നെ മതി. 1 × 6 മിസ് എടുക്കുന്നു, 6 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാം? ഇനി മൈനസ് ചെയ്യാം അല്ലെ. 10 - 6 4 ആണ്. താഴേക്ക് 2നെ ഞാൻ ഇറക്കി എഴുതുന്നു. അപ്പൊ നമുക്ക് 42 എന്ന് കിട്ടി. ഇനി 42 6ൽ എത്ര ടൈംസ് പോകും നമുക്കറിയാം. 7 × 6 ആണ് 42. ഇവർ തമ്മിൽ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 കിട്ടി. നമ്മുടെ റിമൈൻഡർ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്കെ, റിമൈൻഡർ 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാം. സോ നമുക്ക് എന്ത് എഴുതാം? 102 is a multiple of 6 അല്ലെ. 102 എന്നത് 6ന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഗുണിതമാണ്. ഓക്കെ, അപ്പൊ ഗുണിതമാണോ ഗുണിതമല്ലേ അല്ലെ, മൾട്ടിപ്പിൾ ആണോ മൾട്ടിപ്പിൾ അല്ലേ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ ഒന്ന് ഹരിച്ചു നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കുകയാണ്. നോക്കിക്കോ, is 35 a multiple of 2? ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? 35 എന്നത് 2ന്റെ ഗുണിതമാണോ എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഗുണിതമാണോ? ഓക്കെ, 35 എന്ന് പറയുന്നത് 2ന്റെ ഗുണിതമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 2ന്റെ ഗുണിതമാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ വലിയ സംഖ്യ 35 ആണ്, ചെറിയ സംഖ്യ ഇവിടെ 2 ആണ്. മിസ് ഇവരെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ൽ 3 ഒരു പ്രാവശ്യം എഴുതി. 3 - 2 1. ഈ 5നെ താഴേക്ക് ഇറക്കി എഴുതുകയാണ്. നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. 15 എത്ര പ്രാവശ്യം പോകും 2ലും? നമുക്കറിയാം എന്താണ്? 7 × 2 ആണ് 14. ഇനി ഇവരെ മൈനസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 1 എന്ന് വന്നു. ഇപ്പൊ റിമൈൻഡർ ഇവിടെ 0 ആയോ? ഇല്ല, ആയില്ല. റിമൈൻഡർ അഥവാ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായില്ല മക്കളെ? 0 ആയില്ലടാ, 0 ആയില്ല. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? 0 ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ 0 അല്ല, അതിന്റെ മീനിങ് എന്താ? മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? 35 is not a multiple of 35 is not a multiple of 2 അല്ലെ. 35 എന്നത് 2ന്റെ ഗുണിതം അല്ല എന്ന് നമുക്ക് പറയാം. ഗുണിതമല്ല. എന്തുകൊണ്ടാണ്? റിമൈൻഡർ 0 വന്നില്ല. റിമൈൻഡർ 0 വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക മക്കളെ? മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഭംഗിയായിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കിക്കോ. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇഫ് എ നമ്പർ is divisible by another number, the first number is a multiple of the second number. If there is a remainder on division, it is not a multiple. Okay, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യ കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് എന്താണ്?
മൾട്ടിപ്പിൾ ആണെന്ന് പറയാം അല്ലെ, മിച്ചമില്ലാതെ അല്ലെ, ശിഷ്ടമൊന്നും വരാതെ, അതായത് റിമൈൻഡർ 0 ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാം അത് മൾട്ടിപ്പിൾ ആണ് എന്ന്. റിമൈൻഡർ 0 അല്ലെങ്കിൽ നമുക്ക് പറയാം അത് മൾട്ടിപ്പിൾ അല്ല, ഗുണിതമല്ല എന്ന് പറയാം. ആ ഒരു കാര്യത്തിന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ് ഇത് കേട്ടോ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, ഓർത്തിരുന്നാൽ മതി. എന്താണ്? റിമൈൻഡർ 0 ആണ് എങ്കിൽ ഗുണിതമാണ്, റിമൈൻഡർ 0 അല്ല എങ്കിൽ എന്തല്ല, ഗുണിതമല്ല, മൾട്ടിപ്പിൾ അല്ല. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കേണ്ട കാര്യം. ഫസ്റ്റ് പഠിച്ച കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പഠിച്ച കാര്യം കൂടി ഒന്നുകൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാലോ. മൾട്ടിപ്പിൾസ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു, മൾട്ടിപ്പിൾസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ചെയ്തു നോക്കാലോ. നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയടാ, ശരിക്കും ഒന്ന് വേഗം എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. നൗ ഇൻ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ചെക്ക് വെദർ ദ ഫസ്റ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സെക്കൻഡ്. ചുവടെയുള്ള സംഖ്യാജോഡികൾ ഓരോന്നിലും വലിയ സംഖ്യ ചെറിയ സംഖ്യയുടെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ പഠിച്ചു എങ്ങനെയാണ് മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാലോ, സിമ്പിൾ ആയിട്ട് വേഗം പിടിപിടിന്ന് നമുക്ക് ചെയ്യാലോ. അപ്പൊ മിസ്സിന്റെ കൂടെ വേഗം എല്ലാവരും ചെയ്യാം. ആൻസർ ഒക്കെ എല്ലാവരും വേഗം 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 കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിക്കോടാ, ഫസ്റ്റ് നമ്പർ 7ഉം 91 ആണേ. 7ഉം 91 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ചെറിയ സംഖ്യയുടെ എന്താ ഗുണിതമാണോ വലിയ സംഖ്യ അല്ലെ? അങ്ങനെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നോക്കി, ചെറിയ സംഖ്യയുടെ ഗുണിതമാണോ വലിയ സംഖ്യ എന്ന് പറയുന്നത് അല്ലെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മിസ് പറഞ്ഞത്, നമ്മുടെ വലിയ നമ്പറിനെ, വലിയ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ നമ്പർ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 91 ഡിവൈഡഡ് ബൈ 7 നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ വേഗം ചെയ്തു. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം 9ൽ 7 എത്ര ടൈംസ് പോവും? 1 ടൈമേ പോവുള്ളൂ അല്ലെ. 1 into 7 that is 7 എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ? നമുക്കറിയാം ഡിവിഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ എടാ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? 9 minus 7 ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ 1നെ കൂടെ താഴേക്ക് ഇറക്കി എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നു? 21 എന്ന് കിട്ടി. ഈ 21 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് ഓർത്ത് നോക്കി, 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 21 ഉണ്ടോ എന്ന്. നമുക്കറിയാം 7 into 1 7, 7 into 2 14, 7 into 3 എത്രയാണ്? 21 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 3 എന്ന് എഴുതാം. 3 into 7 ആണ് 21. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര വന്നിടാ? 0 വന്നു. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ കിട്ടുക? റിമൈൻഡർ അഥവാ മിച്ചം എന്ന് പറയുന്നത് എത്ര വന്നു മക്കളെ? 0 വന്നു. അങ്ങനെ റിമൈൻഡർ 0 വരികയാണ് എങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്ക് പറയാം 91 is a multiple of 91 is a multiple of 7 അല്ലെ. 91 എന്നത് 7ന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, 7ന്റെ ഗുണിതമാണ് 91 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ അല്ലെ. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂടാ. എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം, റിമൈൻഡർ 0 ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 127നെ നമുക്ക് എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 127ഉം 9ഉം ആണേ. അപ്പൊ നോക്കാം, 127ഉം 9ഉം. 127നെ വലിയ നമ്പറിനെ നമ്മൾ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 127 ഡിവൈഡഡ് ബൈ 9 ചെയ്യുക. നമുക്കറിയാം 12ൽ എത്ര പ്രാവശ്യം 9 പോകും? 1 പ്രാവശ്യം പോകും. 9ന് മിസ് എഴുതി. 12 മൈനസ് 9 എത്ര വരും? നമുക്കറിയാം 3 അല്ലെ. 12ൽ നിന്ന് 9 പോയാൽ നമുക്ക് എത്രയാണ്? 3 ആണ് വരിക. ഈ 7നെ മിസ് താഴേക്ക് ഇറക്കി എഴുതി. ഡിവിഷനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ വേഗം വേഗം മിസ്സിന്റെ പിള്ളേരൊക്കെ വേഗം ചെയ്യാം കേട്ടോ. അപ്പൊ 37ൽ 9 എത്ര പ്രാവശ്യം പോകും? നമുക്ക് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാലോ. ചെല്ലി നോക്കുക, അപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ലി നോക്കുക. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. 37 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ? ഇല്ല. അപ്പൊ 37ന് മുന്നേ വരുന്ന ഏത് നമ്പർ ആണോ ഉള്ളത്? നമുക്കറിയാം 36 ഉണ്ട് അല്ലെ. എങ്ങനെ 36 കിട്ടുക? 4 into 9
36 നമുക്കറിയാം. ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? 1 എന്ന് കിട്ടി. 0 ആണോ റിമൈൻഡർ വന്നത്, ശിഷ്ടം വന്നത്? അല്ല. നമുക്ക് എത്ര വന്നത്? 1 ആണ്. റിമൈൻഡർ 0 അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം എന്താണ്? 127 എന്ന് പറയുന്നത് is not a multiple of 9 അല്ലെ? is not a multiple of 9 അല്ലെ? 127 എന്നത് 9ന്റെ ഗുണിതം അല്ല എന്ന് നമുക്ക് കിട്ടി കേട്ടോ. 9ന്റെ ഗുണിതമല്ല. ഓക്കെ, കാരണം എന്താണ്? റിമൈൻഡർ എന്ത് വന്നില്ല? 0 വന്നില്ല അല്ലെ? 0 അല്ല, 1 ആണ് റിമൈൻഡർ വന്നത്. സോ നമുക്ക് പറയാം ഗുണിതമല്ല എന്നുള്ളത് കേട്ടോ. അപ്പൊ ദേ അതുപോലത്തെ 2 ക്വസ്റ്റ്യനും കൂടി ഇതേടെ ഇവിടെ വരുന്നുണ്ട്. നോക്കി, 2 ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള 2 ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 12 136 15 225 എന്താണ് നോക്കുക? ഇതുപോലെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് വേഗം ആൻസർ ഒക്കെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത്, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിഷൻ ആൻഡ് ഫാക്ടേഴ്സ്, ഹരണവും ഘടകവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കും കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയോ മക്കളെ, ഡിവിഷൻ ആൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ട് മിസ് ദേ ഇതൊരു ഡിവിഷൻ എടുക്കുകയാണെ. ഏതാണ്? 72 ഡിവൈഡഡ് ബൈ 4. എന്താണ് 72 ഡിവൈഡഡ് ബൈ 4? നമ്മളൊന്ന് ചെയ്തു നോക്കിയടാ. 72നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി എന്ത് വരും? 1 × 4 നമുക്ക് എത്ര കിട്ടും? 7 - 4 3. താഴേക്ക് 2 ഇറക്കി എഴുതുക. അപ്പൊ നമുക്ക് 32 എന്ന് കിട്ടും. 4ൽ 32 എത്ര ടൈംസ് പോവും? നമുക്കറിയാം 8 പ്രാവശ്യം പോവും. 8 × 4 ആണ് 32 വരിക. 32 ഞാൻ എഴുതി 0 0 അല്ലെ? അപ്പൊ നമുക്ക് എന്താ വന്നത്? റിമൈൻഡർ 0 ആണ്. ദാറ്റ് മീൻസ് എന്താ നമുക്ക് കിട്ടുക? 4ന്റെ മൾട്ടിപ്പിൾ ആണ് 72 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതാണ് 72 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 18 ആണ് എന്ന് ഞാൻ എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 72 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 18 ആണ് എങ്കിൽ നമുക്കിതിനെ നേരെ തിരിച്ച് മറ്റൊരു രീതിയിൽ പറയാം. 18 × 4 എന്ന് പറയുന്നത് 72 ആയിരിക്കും. എന്താ നമ്മൾ ചെയ്തത്? 72നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72നെ 4 പാർട്സ് ആക്കിയപ്പോൾ 18 കിട്ടി അല്ലെ? ഒരു പാർട്ട് എന്ന് പറയുന്നത് 18 ആണ് എങ്കിൽ നമുക്ക് പറയാം ഈ 4നെയും 18നെയും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 72 കിട്ടുമെന്ന്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിക്കോടാ. ചെയ്തു നോക്കിയോ? അതെ, 18നെ മിസ് 4 കൊണ്ട് ഒന്ന് ഗുണിച്ചു നോക്കുന്നു. എന്താ വരിക? 4 × 8 32. 3 കൊടുത്തു. 4 × 1 4. 4 + 3 7. കിട്ടിയില്ലേടെ 72 കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മക്കളെ. നോക്കിക്കോ, 72 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 18 ആണ് എങ്കിൽ നമുക്കതിന് നേരെ തിരിച്ച് എങ്ങനെ പറയാൻ പറ്റും? 18 × 4 ഈസ് ഈക്വൽ ടു 72 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനിയാണ് നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നോക്കിക്കോ, 18നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ 72 എന്ന് പറയുന്നത് എന്താണ്? 18ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം അല്ലെ? 18നെ ഒരു നമ്പർ കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 72 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 72 എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 18 ആണെന്ന് പറയാം. ഇനി നോക്കിയടാ, 4നെ 18 കൊണ്ട് ഗുണിക്കുമ്പോൾ നേരെ തിരിച്ച് 4നെ 18 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 കിട്ടുന്നില്ലേ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? 4ന്റെയും ഗുണിതമാണ് 72. 72 എന്ന് പറയുന്നത് എന്താണ്? 4ന്റെയും ഗുണിതമാണ്. മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് 72 എന്ന് നമുക്ക് പറയാം. അപ്പൊ 4ന്റെയും ഗുണിതമാണ്, അതുപോലെ തന്നെ 18ന്റെയും ഗുണിതമാണ് അല്ലെ? 18ന്റെ ഗുണിതം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? 4ന്റെ ഗുണിതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ 18 × 4 ഈസ് ഈക്വൽ ടു 72 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ വരുന്ന വലിയ നമ്പറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും മക്കളെ? മൾട്ടിപ്പിൾ എന്ന് വിളിക്കും. ഇപ്പൊ 72 എന്ന് പറയുന്നത് എന്താണ്? ഈ ചെറിയ 2 നമ്പേഴ്സിന്റെയും മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ നമ്പേഴ്സിന് നമ്മൾ ഒരു പേര് വിളിക്കൂടാ. വലിയ നമ്പറിനെ നമ്മൾ മൾട്ടിപ്പിൾ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ നമ്പേഴ്സിനെ നമ്മൾ ഒരു പേര് വിളിക്കും. ആ പേരാണ് മക്കളെ ഫാക്ടേഴ്സ്. എന്താടാ? ഫാക്ടേഴ്സ് അഥവാ
ഘടകങ്ങൾ. അപ്പൊ നമുക്ക് പറയാം 72 എന്ന് പറയുന്നത് 18ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആണ് എങ്കിൽ 18ഉം 4ഉം എന്താണെന്ന് പറയാം? ഫാക്ടേഴ്സ് ഓഫ് 72 ആണ് എന്ന് പറയാം. എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? 72ന്റെ ഘടകങ്ങളാണ് 18ഉം അതുപോലെ തന്നെ 4ഉം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? 18 × 4 = 72 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിലെ വലിയ സംഖ്യയെ നമ്മൾ മൾട്ടിപ്പിൾ എന്നും ചെറിയ രണ്ട് സംഖ്യകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്നും വിളിക്കും. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫാക്ടർ എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എന്താണെന്നുള്ളതും. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. നമുക്കറിയാം 6 × 3 ചെയ്യുമ്പോഴാണ് 18 കിട്ടുക അല്ലെ? 6നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കറിയാവുന്നതാണ് അല്ലെ? 6 × 3 18 നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? വലിയ നമ്പറിനെ എന്തെന്ന് പറയും? മൾട്ടിപ്പിൾ എന്ന് വിളിക്കും. എന്തിന്റെയൊക്കെ മൾട്ടിപ്പിൾ ആണ്? 18 എന്ന് പറയുന്നത്. 18ന്റെ 2 കാലുകൾ മിസ് കൊടുക്കാണ്. എന്തൊക്കെ മിസ്സിന് എഴുതാം? 18 എന്ന് പറയുന്നത് 6ന്റെയും ഗുണിതമാണ്. 6ന്റെ ഗുണിതമാണ്. അതുപോലെ തന്നെ 3ന്റെയും ഗുണിതമാണ്. 18 എന്ന് പറയുന്നത് എന്താണ്? 6ന്റെ മൾട്ടിപ്പിളും ആണ് 3ന്റെ മൾട്ടിപ്പിളും ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ രണ്ടുപേരെ നമ്മൾ എന്താ വിളിക്കുക? ഫാക്ടേഴ്സ് ഓഫ് 18 അല്ലെ? ഫാക്ടേഴ്സ് ഓഫ് 18. ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ അല്ലെ? ഘടകങ്ങൾ 18ന്റെ ഘടകങ്ങളാണ് 6ഉം 3ഉം എന്ന് നമ്മൾ പറയൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പറയാലോ 7 × 5 നമുക്കറിയാം 35 ആണ് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 35 എന്താണ്? 7ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? മൾട്ടിപ്പിൾ ഓഫ് 9 അല്ല 7 ആണ് അല്ലെ? മൾട്ടിപ്പിൾ ഓഫ് 7ഉം ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓഫ് 5ഉം ആണ് അല്ലെ? 5ന്റെയും 7ന്റെയും മൾട്ടിപ്പിൾ ആണ് 35 എന്ന് പറയുന്നത്. അതുപോലെ നേരെ തിരിച്ചെന്ത് പറയാം? 7ഉം 5 എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് 35 ആണ് അല്ലെ? 35ന്റെ ഘടകങ്ങളായിരിക്കും 7, 5. അപ്പൊ ചെറിയ സംഖ്യകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. വലിയ സംഖ്യയെ നമ്മൾ എന്ത് വിളിക്കും? മൾട്ടിപ്പിൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നമ്പർ ഇതിന്റെ ഇപ്പോ ഇവിടെ മിസ് പറയുന്നുണ്ട്, നോക്കിയോടാ, ഇതൊന്ന് വായിച്ചു നോക്കിയോടാ. ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ വി മീൻ those numbers by which this number is divisible. ഓക്കെ, ഒരു നമ്പർ അതിന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? ഡിവിസിബിൾ ആണോ, അതായത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 0 വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഫാക്ടർ ആണോ എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യുക? ആ നമ്പറിനെ അത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ഫാക്ടർ ആണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഫാക്ടറും അതുപോലെ മൾട്ടിപ്പിളും എന്താണെന്നുള്ളത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, വലിയ നമ്പർ മൾട്ടിപ്പിൾ, ചെറിയ രണ്ട് നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രോബ്ലംസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടാ. അതിനു മുന്നേ നമ്മളിപ്പോ പറഞ്ഞ പോലത്തെ ഒരു ടേബിൾ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം, ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ്. അതെ, 54നെ 6 × 9 എന്ന് എഴുതാൻ പറ്റിയാൽ നമ്മൾ പറയും 54 എന്ന് പറയുന്നത് എന്താണ്? 6ന്റെയും മൾട്ടിപ്പിൾ ആണ്, 9ന്റെയും മൾട്ടിപ്പിൾ ആണ്. അതുപോലെ നമ്മൾ നേരെ തിരിച്ചെന്ത് പറയും? ചെറിയ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയും? ഫാക്ടർ ഓഫ് 54 ആണെന്ന് പറയും. 9ഉം അതുപോലെ 6 എന്ന് പറയുന്നതും 54ന്റെ ഫാക്ടർ ആണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിനെ ടേബിളിലായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പൊ ടേബിളിൽ തന്നെ പഠിക്കണമെന്നില്ല, നമ്മൾ പറഞ്ഞ പോലെ പഠിച്ചാലും മതി കേട്ടോ. അതാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ ടെക്സ്റ്റ് ബുക്കിലെ ഈ കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോടാ, നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? അതേ നോക്കിക്കോ. Now write the relation between each pair of numbers below like this as multiplication multiple and division factor. ഓക്കെ, ഇപ്പൊ താഴെ തന്നിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ റിലേഷൻ എന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ഏതാണ്, അതുപോലെ ഫാക്ടർ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 9ഉം 72 ഇതിനെയാണ് മിസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ 9, 72
ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇവരിൽ ആരാണ് മൾട്ടിപ്പിൾ, ഇവരിൽ ആരൊക്കെയാണ് ഫാക്ടേഴ്സ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതാണ് ഈ 72വിനെ 9 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യാം. 9 വെച്ച് 72വിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 72 ഡിവൈഡഡ് ബൈ 9 എന്തായിരിക്കും ഇവിടെ കിട്ടുക? നമുക്കറിയാലോ 9നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 72 വരിക? നമുക്കറിയാം 9 into 8 ചെയ്യുമ്പോഴാണ് 72 കിട്ടുക. സോ 72 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? 72നെ എന്തെഴുതി? 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ തിരിച്ച് എങ്ങനെ എഴുതാന്നോ നമ്മൾ പഠിച്ചത്? 9 into 8 is equal to 72 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ? നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും എന്ന് പറഞ്ഞാൽ അതിനെ നേരെ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 9 into 8 is equal to 72 എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് ഫാക്ടർ, ആരാണ് മൾട്ടിപ്പിൾ? നമ്മൾ പഠിച്ചു വലിയ ആൾ ആരാണോ അതായിരിക്കും മൾട്ടിപ്പിൾ. ഇപ്പൊ ഇവിടുത്തെ വലുത് ആരാണ്? 72 ആണ്. അപ്പൊ നമുക്ക് പറയാം 72 is a multiple of 9 and 8 അല്ലെ? എന്താണ് 72 എന്ന് പറയുന്നത്? എന്താണ്? 9ന്റെയും മൾട്ടിപ്പിൾ ആണ്, അതുപോലെ 8ന്റെയും മൾട്ടിപ്പിൾ ആണ്. അതുപോലെ നമുക്ക് ഫാക്ടർ ആരാണെന്ന് പറയാം? 9 and 8 are the factors of 72. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് എന്ത് പറയാം? ചെറിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ 9ഉം 8ഉം എന്ന് പറയുന്നത് 72വിന്റെ ഫാക്ടേഴ്സ് ആണെന്ന് കിട്ടി. അതുപോലെ 72 എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 9ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്യാം അല്ലെ? 12ഉം 156 നമുക്കൊന്ന് നോക്കാം. 12ഉം 156 കേട്ടോ. അപ്പൊ നോക്കിക്കോ, ഈ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നു. 12ഉം 156ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? 156നെ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. 156 ഡിവൈഡഡ് ബൈ 12 ഒന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക? 1 into 12 12 എന്ന് എഴുതി ഇവരെ തമ്മിൽ മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോ 3 കിട്ടി, 36 അല്ലെ? 6നെ താഴേക്ക് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. ഇനി 36ൽ 12 എത്ര പ്രാവശ്യം പോകും? എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും അല്ലെ? നമുക്കറിയാം 3 കൊണ്ട് 12നെ ഗുണിക്കുമ്പോഴാണ് എത്ര കിട്ടുന്നത് മക്കളെ? 36 കിട്ടുന്നത്. അപ്പൊ 3 into 12 ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. ഓക്കെ, റിമൈൻഡർ 0 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 156 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് 13 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ തിരിച്ച് നമ്മൾ എങ്ങനെ എഴുതും? 12 into 13 is equal to 156 എന്ന് നമ്മൾ എഴുതും അല്ലെ? നേരെ തിരിച്ചെഴുതുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ എഴുതാം അല്ലെ? എന്താണ്? വലിയ സംഖ്യ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും, ഗുണിതമായിരിക്കും. ചെറിയ സംഖ്യകൾ എന്തായിരിക്കും? ഫാക്ടേഴ്സ് ആയിരിക്കും, അഥവാ ഘടകങ്ങളായിരിക്കും. അപ്പൊ എഴുതിക്കോ, എന്താ വരിക? 156 is a multiple of 12 and 13. 156 എന്ന് പറയുന്നത് 12ന്റെയും 13ന്റെയും മൾട്ടിപ്പിൾ ആണ്. നേരെ തിരിച്ച് നമുക്ക് എന്ത് പറയാം? ചെറിയ നമ്പേഴ്സ് എന്താണ്? ഫാക്ടേഴ്സ് ആണ് അല്ലെ? 12 and 13 are factors of 156 അല്ലെ? 12ഉം 13ഉം 156ന്റെ ഘടകങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് റിലേഷൻസ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ബാക്കി ഇവിടെ 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ മിസ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യാം? ഇതുപോലെ ഫാക്ടർ എന്താണ്, മൾട്ടിപ്പിൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ എന്താണ്, ഗുണിതം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഫാക്ടർ അഥവാ ഘടകം എന്താണെന്ന് പഠിച്ചു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഗുണിതവും ഘടകവും അല്ലെ? എന്തൊക്കെയാണ്? മൾട്ടിപ്പിളും ഫാക്ടറും. ഈ മൾട്ടിപ്പിൾ ആണോ ഫാക്ടർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഡിവൈഡ് ചെയ്ത് നോക്കും.
റിമൈൻഡർ 0 വരുന്നുണ്ടോ നോക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് പിടികിട്ടി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പാട്ട് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അടുത്ത പാട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നന്നായിട്ട് ക്ലിയർ ആയിട്ട് മൾട്ടിപ്പിൾ എന്താണ്, ഫാക്ടർ എന്താണെന്നുള്ളത് ക്ലിയർ ആക്കി വെക്കുക. കുറേ പ്രോബ്ലംസ് തനിയെ തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.